കുറച്ച് സംഗീതപരമായിട്ടുള്ള നാമജപത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളൊക്കെ വൈഷ്ണവ് വായിക്കും. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടൊരു ചെറിയ അഭ്യർത്ഥന. എന്നോട് ആവശ്യത്തിലധികം സമയം എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഈ യോഗ ഡാൻസിന്റെ ആൾക്കാരൊക്കെ ഒന്നും ചെയ്യരുത്, സമയം കുറച്ച് കൂടുതലായി എന്ന് കരുതിയിട്ട്. പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത, ചെറുതല്ല, മഹത്തരമായിട്ടൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഭഗവാന്റെ തിരുവുത്സവം നടക്കണു. അതുപോലെ തന്നെ ഇന്ന് കൊടുങ്ങല്ലൂർ രേവതി വിളക്കാണ്, നമുക്കറിയാമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ നാമജപത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാമജപം എത്രത്തോളം ഒരു കാലഘട്ടത്ത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ധർമ്മം നാമജപത്തിന്റെ പാരമ്പര്യത്തിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ തിരിച്ചു വന്നു എന്ന് പറയപ്പെടുന്നൊരു സമയമാണ്. അതിന് ഇന്ന് നിരവധിയായിട്ടുള്ള ഭജന സംഘങ്ങൾ, ഇപ്പൊ നന്ദഗോവിന്ദാണെങ്കിലും ഇവിടെ നാളെ വരുന്ന സഹോദരന്മാരാണെങ്കിലും പെൺകുട്ടികളുടെ കൂട്ടായ്മയാണെങ്കിലും ഇതൊക്കെ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നാമജപത്തിന്റെ പ്രാധാന്യം ഈ ലോകത്തിന് മുഴുവൻ വിളിച്ചു പറഞ്ഞു കൊടുത്ത ഒരു മഹാമനുഷ്യന്റെ ഓർമ്മ ദിവസമാണെന്ന്. നാരായണനാമം സിദ്ധ ഔഷധാണെന്നും നാരായണനാമം സേവിച്ചാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ലെന്നും നമ്മളെ പഠിപ്പിച്ച, നിരീശ്വരവാദിയായിട്ടും സോഷ്യലിസ്റ്റ് ആയിട്ടും ഒക്കെ ജീവിച്ച് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് വയറുവേദന മാറി ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ട് മാറിയ ഒരു മഹാമനുഷ്യന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ആരുടെ ആഞ്ഞമാധവൻ നമ്പൂതിരി പറഞ്ഞ അമ്മയ്ക്ക് നിങ്ങൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ആരാണ്? തിരുനാമാചാര്യൻ ആഞ്ഞം. നിങ്ങൾ ഗുരുവായൂർ പോകുമ്പോൾ നാരായണാലയം കാണാറുണ്ടല്ലോ അല്ലെ? നമ്മള് ഭക്ഷണം കഴിക്കാനൊക്കെ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ കാണാം. നിങ്ങളുടെ അറിവിലേക്ക്, ഞാൻ തന്നെ ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിട്ടുള്ള പൂന്താനം തിരുമേനി സ്വന്തം കൈകൊണ്ട് പൂജിച്ചിട്ടുള്ള മുരളീധര വിഗ്രഹം ഗുരുവായൂർ ഇരിക്കുന്നത് നാരായണാലയത്തിനകത്താണ്. ഞങ്ങളുടെ നാടിനടുത്ത് തിരുവാന്താവുന്നടുത്ത് പൂന്താനം ഇല്ലത്തിൽ ആ വിഗ്രഹം കണ്ടുകിട്ടിയ സമയത്ത് പ്രശ്നം വെച്ചു, ഈ വിഗ്രഹം എന്ത് ചെയ്യണം എന്നറിയാനായിട്ട്. ഗുരുവായൂർക്ക് സമർപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു. ഗുരുവായൂർ സമർപ്പിക്കേണ്ട എന്നാ പറഞ്ഞത്. പകരം ആഞ്ഞത്തിനെ ഏൽപ്പിക്കാനാണ് ഗുരുവായൂരൻ പറഞ്ഞത്. അതാണ് ആഞ്ഞത്തിന്റെ മഹത്വം. പൂന്താനം തൊട്ട വിഗ്രഹം പിന്നെ അതിന്റെ ഉടമസ്ഥാവകാശം ഗുരുവായൂരപ്പൻ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് തിരുനാമാചാര്യനാണ്. അദ്ദേഹത്തെയാണ്, ആഞ്ഞമാധവൻ നമ്പൂതിരിയാണ് നമ്മൾ തിരുനാമാചാര്യൻ എന്ന് വിളിക്കുക. ആ നാമത്തിന്റെ മഹിമയാണ് ഇന്ന് നവീനും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്നത്. നാരായണ എന്നുള്ള ആ നാമം. ആ നാരായണ നാമം ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അകത്തിരിക്കുന്നത് മഹാദേവൻ. മഹാദേവനെ കഴിഞ്ഞൊരു മഹാവിഷ്ണുവിനെ പ്രിയമുള്ള ഒരാള് വേറെ ഇല്ല. തിരിച്ചും ഏറ്റവും വലിയ മഹാദേവനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാള് വേറെ ഇല്ല. അതുകൊണ്ട് നിങ്ങളോട് ആരെങ്കിലും വന്ന് ശിവനാണോ വിഷ്ണു ആണോ വലുതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ ഭഗവാന്റെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 30 രൂപ ഓട്ടോ കാശ് കൊടുത്ത് അവരോട് പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാദേവൻ എന്ന് വിളിച്ചാലും ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചാലും ആത്യന്തികമായിട്ട് ഒന്നാണ്. അങ്ങനെയുള്ള ആ തിരുനാമാചാര്യന്റെ മഹാത്മ്യത്തെ, അദ്ദേഹത്തെ നമുക്ക് തന്ന ഗുരുവായൂരപ്പനെ നന്ദിയോടുകൂടി സ്മരിച്ചുകൊണ്ട് അദ്ദേഹമൊക്കെ ഗുരുവായൂരപ്പൻ ലയിച്ച ആളാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾക്ക് ഇന്നും അഭയസ്ഥാനമായിരിക്കുന്ന നാരായണാലയം. ഇതിലൂടെ ഈ പ്രഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് പൂന്താനം കൃഷ്ണൻ അവിടെ പോയി തൊഴുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പല ആളുകൾക്കും, എങ്കിലും ഞാൻ അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് പറയണേ. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നേദ്യം നിർബന്ധമാണ്. ഇവിടെയൊക്കെ ഭഗവാന് 3 നേരം ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ ഉണ്ട്. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം ആഞ്ഞമാധവൻ നമ്പൂതിരിയുടെ നാരായണാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട സമയത്ത് അവിടെ നേദ്യം ഇല്ല. ഭഗവാന് പായസോ അപ്പോ അടയൊന്നും നേദിക്കുന്ന പതിവ് ഇല്ല. പകരം എന്താണ് നേദ്യത്തിന് പകരം വേണ്ടതെന്ന് ചിന്തിച്ചപ്പോ, ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഗുരുവായൂർ പോയാൽ കാണാം, രാവിലെ ഉച്ചയ്ക്ക് സന്ധ്യയ്ക്ക് വന്ന് അമ്മമാര് നാമം ജപിക്കും. ആ നാമജപമാണ് ഭഗവാന് നേദ്യമായിട്ട് അവിടെ സമർപ്പിക്കുന്നത്. അതാണ്
നാരായണ നാമത്തിന്റെ മഹിമ. പുന്നാരം തന്നെ പറയുന്ന പോലെ ഒരു ദിവസം ഒരു തവണയെങ്കിലും ആരെങ്കിലും കുറ്റം പറയണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും സ്വപ്നത്തിലാണെങ്കിലും അറിയാണ്ടാണെങ്കിലും ഒരു തവണയെങ്കിലും നാരായണ എന്ന് ജപിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അതിൻ്റെ ഒരു പുതിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ തുടങ്ങിയൊരു സമയത്താണ് ഭഗവാന്റെ ഈ ഒരു തിരുവുത്സവം ആ നാടുകളിലൂടെ നമ്മൾ കടന്നു വന്ന് അല്പസമയം നമുക്ക് ഭഗവാൻ മഹാദേവനെ കുറിച്ചും ഗുരുവായൂരപ്പനെ കുറിച്ചും എന്നെക്കുറിച്ച് പൊതുവിലുള്ള കംപ്ലൈന്റ് ആണ്. ഏതെങ്കിലും ശിവന്റെ അമ്പലത്തിലും വിഷ്ണുവിന്റെ അമ്പലത്തിലും അല്ലെങ്കിൽ ഭഗവതി അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിന് വിളിച്ചാൽ 5 മിനിറ്റ് അവിടുത്തെ ദൈവത്തെക്കുറിച്ചും ബാക്കി ഉള്ള സമയം മുഴുവൻ ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിക്കണം എന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ കൂടുതൽ മഹാദേവനെ കുറിച്ച് സംസാരിക്കും. ഒപ്പം ഗുരുവായൂരപ്പനെ കുറിച്ച് പറയേണ്ട കംപ്ലൈന്റ് ഇല്ല.